Hello everyone, I'm Dr. Manoj Johnson, consultant physician, John Marine Hospital, Pala. Mirror Loopലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ പൂർണ്ണമായിട്ടും യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആലോചിക്കുന്നത് എന്താണ്? ഒരു കല്യാണം അത് വന്നെങ്കിൽ ഈ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആകുമെന്നുള്ളത്. കടം കയറി ഏകദേശം തീരുമാനമായിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ കൂടെ വേറൊരു ബുദ്ധിമുട്ടും കൂടെയാണ് ആ സമയത്ത് കയറി വരുന്നത്. ഇതെന്താ ഒരു പിഴിച്ച് കെട്ടിക്കുക എന്ന് പറയുന്നൊരു സൊല്യൂഷനാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ അത് ആലോചിക്കുന്നില്ല. രണ്ട് ശരീരം തമ്മിൽ ഒരുമിക്കുന്നു, രണ്ട് മനസ്സ് തമ്മിൽ ഒരുമിക്കുന്നു, കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ള ഭയങ്കര പവിത്രമായ വാക്കുകൾ കൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇതെല്ലാം വെറുതെയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. സ്വർഗത്തിലൊന്നുമല്ല, നമ്മുടെ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരുടെ ഇടയിലാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ട് പേര് മാത്രമല്ല കല്യാണം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരിട്ട് ആളുകളെ കാണാൻ പറ്റുന്നില്ല, ആശയവിനിമയം നടക്കുന്നില്ല, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഒത്തിരിയേറെ ഫങ്ഷൻസ് ഇപ്പം എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. 20 പേര് 50 പേര് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അപ്പം എല്ലാവരെയും കാണാനോ സംസാരിക്കാനോ അവരുടെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നൊരു വിഷയം വരുമ്പോൾ എന്തായാലും യങ്സ്റ്റേഴ്സ് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ 15-16 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിക്കും. 18 വയസ്സാകുമ്പോൾ തന്നെ ലീഗലായിട്ടുള്ള രീതികളിലേക്ക് വരും. പിന്നെ ഒരു 18 കെട്ടുപ്രായം എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ അവരുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ആരുടെ തലയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്. അന്നേരം തന്നെ ആ പെൺകുട്ടിയുടെ ഒരു ആഗ്രഹം എന്താണ്, പഠിക്കണോ അല്ലെങ്കിൽ ജോലി ചെയ്യണോ അല്ലെങ്കിൽ വിദേശത്ത് പോകണോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ഡ്രീംസ് ഉണ്ടല്ലോ. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ആരെയാണ് നമ്മൾ ഇവരൊന്ന് കെട്ടിക്കേണ്ടത്? കല്യാണാലോചനകൾ. അപ്പോൾ ആലോചന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ അത് ആലോചിക്കുന്നില്ല. ഇപ്പോൾ സാധാരണ ഒരു കല്യാണാലോചന എങ്ങനെ വരുന്നത്? അതായത് ഏതെങ്കിലും ഇപ്പോൾ ഒരു യുവാക്കൾ, അതായത് നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഒരു 20-25 വയസ്സൊക്കെയുള്ള പുരുഷന്മാരുടെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഉന്മേഷമില്ലാത്ത രീതിയിലുള്ള ജീവിത രീതി, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കുന്നു, ഇഷ്ടമുള്ളപ്പം കിടക്കുന്നു, അങ്ങനെ രീതികളൊക്കെ വരുമ്പോൾ അച്ഛനമ്മയും പറയുന്നൊരു കാര്യമാണ് ഇവനെ പിടിച്ച് കെട്ടിച്ചെങ്കിലേ ഇവൻ നേരെ ആകത്തുള്ളൂ എന്നുള്ളത്. ഇനി കടം കയറി ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു കുടുംബമായിരിക്കും. അന്നേരം ആലോചിക്കുന്നത് എന്താണ്? ഒരു കല്യാണം അത് വന്നെങ്കിൽ ഈ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആകുമെന്നുള്ളത്. കടം കയറി ഏകദേശം തീരുമാനമായിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ കൂടെ വേറൊരു ബുദ്ധിമുട്ടും കൂടെയാണ് ആ സമയത്ത് കയറി വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാനസിക പ്രശ്നമുള്ള ഒരാൾ അല്ലെങ്കിൽ ലഹരി ഫുൾ ടൈം മദ്യപാനം പുകവലിയായിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അതായത് അവരുടെ ബന്ധുക്കാരും വീട്ടുകാരൊക്കെ ആലോചിക്കുകയാണ് ഇവനെ പിടിച്ച് കെട്ടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവൻ വഴിതെറ്റിപ്പോവും എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അതേപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ അരിശം, ദേഷ്യം, എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഒച്ച വെക്കുകയാണ്, ബഹളം വെക്കുകയാണ്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആളുകളുടെ രീതികളിൽ വീട്ടുകാർ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പിടിച്ച് കെട്ടിക്കുക. ഇതെന്താ ഒരു പിടിച്ച് കെട്ടിക്കുക എന്ന് പറയുന്നൊരു സൊല്യൂഷനാണോ? അതെങ്കിൽ അത് മരുന്നാണോ? അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻ്റ് ആണോ? ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേറൊരു പാവപ്പെട്ട ഒരു പെൺകൊച്ചിനും കൂടെ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്ന ഒരു രീതിയാണത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു കല്യാണം എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റേ ഇല്ല. ഇനിയും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. 2 മിനിറ്റിൽ ഒരാളെ കണ്ട് 2 മാസത്തിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണോ ചോദിക്കുന്നത്. പോട്ടെ, ഇനി നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് മാറി വരാൻ കുറേ നാളുകളെടുക്കും, സാരമില്ല. പക്ഷേ ഇപ്പോഴുള്ള അറേഞ്ച് മാരേജിൻ്റെ രീതികളിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? 10ൽ 10 പൊരുത്തമാണോ? ഈ 10ൽ 10 പൊരുത്തം വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ 2ാം പൊക്കം തന്നെ പ്രശ്നങ്ങളായിട്ട് പോയവരുണ്ട്. എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല.
നമ്മൾ ഇന്ത്യൻ രീതി വെച്ചിട്ട് കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് ഈ മാരേജ് എന്ന് പറയുന്നതിൻ്റെത് രണ്ട് ശരീരം തമ്മിൽ ഒരുമിക്കുന്നു, രണ്ട് മനസ്സ് തമ്മിൽ ഒരുമിക്കുന്നു, കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ള ഭയങ്കര പവിത്രമായ വാക്കുകൾ കൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇതെല്ലാം വെറുതെയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. സ്വർഗത്തിലൊന്നുമല്ല, നമ്മുടെ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരുടെ ഇടയിലാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ട് പേര് മാത്രമല്ല കല്യാണം എന്ന് പറയുന്നത്. രണ്ട് പേരിൻ്റെ കൂടെ രണ്ട് ഫാമിലിയാണ്, രണ്ട് നാടാണ്, രണ്ട് കൾച്ചറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ രീതി തന്നെ ഇരിക്കുന്നത്. ആയുഷ്കാലം മുഴുവനും ജീവിക്കേണ്ട ഒരു ആളെക്കുറിച്ച് എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ചിലരൊക്കെ പെണ്ണ് കാണാൻ പോകാറുണ്ട്. പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞേച്ച് ഓക്കെ 2 മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം ഉള്ളത്. അതായത് പേരെന്താ, എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് അറിയാമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കുക്കിംഗ് അറിയാമോ, ക്ലീൻ ചെയ്യുമെന്ന് അറിയാമോ എന്നുണ്ടെങ്കിൽ അവർ കെട്ടണമെന്നില്ല, ഏതെങ്കിലും ഒരു വേലക്കാരെ വീട്ടിൽ വെച്ചാൽ മതി. അതിന് അവിടെ പോയിട്ട് ഈ ഒരു പ്രഹസനം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഒരു പെണ്ണിനോടായാലും ചെക്കനോടായാലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ താല്പര്യങ്ങൾ, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇതിനെ സംഭവിക്കുന്നത്. ചിലർ എന്ന് പറഞ്ഞാൽ അവർ കാരണം കൗൺസിലിങ്ങിൽ വരുന്ന ആളുകൾ ഓരോന്നാണ് പറയുന്നത്. 7-8 കൊല്ലം പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് 1 മാസം തയ്ക്കാത്ത ആൾക്കാർ വരെയുണ്ട്. എന്താണ് ഇതിന് കാരണം? റെസ്പോൺസിബിലിറ്റി ഇല്ല പ്രേമിക്കുന്ന സമയത്ത്. ഇവിടെ വരുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആയി, വീട്ടുകാരുടെ രീതികളായി, ഭക്ഷണം ഉണ്ടാക്കുന്നതായി, ഒരുമിച്ചുള്ള കിടക്കുന്നതായി, വൃത്തിയുടെ രീതികളായി, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഒരാൾ പുരുഷൻ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്ത്രീ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ഭക്ഷണം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഇല്ലാതെ നേരെ അങ്ങ് കല്യാണം കഴിക്കുക. ഓക്കെ, നല്ല ജോലി, 6 അടി പൊക്കം, വെളുത്ത നിറം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, വിദേശത്ത് ജോലി, കുറേ സമ്പാദ്യം, എല്ലാം നോക്കുമ്പോൾ ഓക്കെ, കാണുക പോലും വേണ്ട, ഓക്കെ റെഡി, കെട്ടിക്കുക. ഇങ്ങനെ കെട്ടുന്നതാണോ ഒരു ജീവിത പങ്കാളിയെ, അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് നിൽക്കേണ്ട ആൾക്കാർ എങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പം വിദേശത്ത് ചോദിക്കുന്ന ആദ്യത്തെ കാര്യമാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഓക്കെ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് മാരേജിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, കിഡ്സ് എങ്ങനെയാണ്, കുട്ടികളുടെ കാര്യം എങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കുട്ടികൾ വേണോ വേണ്ടയോ, അല്ല അഡാപ്റ്റ് ചെയ്യണോ വേണ്ടയോ? കാരണം ഒരാൾക്ക് വേണോ ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നാ ചെയ്യാൻ? ഒരു കാര്യമില്ല. ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്, സെക്സ് ലൈഫ്. ഇപ്പോഴുള്ള ഭൂരിഭാഗം സ്ത്രീകളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈംഗിക താല്പര്യം അവർക്ക് കുറവാണ്. കാരണം കുറവെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടല്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പോ അങ്ങനത്തെ ഒരു രീതികളോ അല്ല അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പുരുഷനെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് 1 മാസം പോലും കണ്ടിന്യൂ ആവത്തില്ല. കാരണം അത്രയും പ്രശ്നങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പോൾ കാഴ്ചപ്പാട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ബിലീഫ്സ്, വിശ്വാസങ്ങൾ എങ്ങനെയാണ്. ചിലർ ഭയങ്കര വിശ്വാസമുള്ള ആളുകളായിരിക്കും, നോർമലായിട്ട് വിശ്വാസമുള്ളവരായിരിക്കും. ചിലർ ചില ദൈവങ്ങളെ ആയിരിക്കും വിശ്വസിക്കുന്നത്, ചില മതങ്ങളെ ആയിരിക്കും, ചില ആശയങ്ങളെ ആയിരിക്കും. അതിന് ഒത്തുചേർന്ന രീതിയാണോ എൻ്റെ വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈ ജാതകം നോക്കി പൊരുത്തം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഉപയോഗം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കിട്ടുന്നില്ല. പിന്നെ ചില ആളുകളിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന കാര്യം, വീട്ടിൽ ഇരുന്നു വേറെ പരിപാടി ഒന്നും, ഇവരെത്ര പഠിക്കുന്നു, ഇവർക്ക് നല്ല പഠിത്തമുള്ള പെണ്ണ് വേണം, നല്ല ജോലിയുള്ള പെണ്ണ് വേണം, അതായത് നല്ല കുക്കിംഗ് അറിയണം, ക്ലീനിങ് അറിയണം, കുറേ ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞേച്ച് ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ജോലി എടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്നോ ഡ്രൈവിങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളതായിരിക്കും. അതായത് പുറത്ത് അങ്ങോട്ടുള്ള ആളുകൾക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെയാണ് ഇവർ പെരുമാറുന്നത്. അങ്ങനെ ആകുന്നതുകൊണ്ട് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഓരോന്നും അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലുള്ള ആളുകളെ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളുടെ ജോലി എന്താണ്, അവരുടെ താല്പര്യം എന്താണ്, അവരുടെ ഗോൾ എന്താണ്, എവിടെ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കണം. അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് പോയി സെറ്റിൽ ആകണം എങ്ങനെ പറയാം, 2 പേരും ഒരുമിച്ച് തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരാൾക്ക് വീട്ടിൽ നിൽക്കണം, ഒരാൾക്ക് ടൗണിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് കല്യാണം എന്ന് പറയുന്നത് വെറുതെ ഒരു ആത്മീയ കാര്യം മാത്രമല്ല, ഇതൊരു ബിസിനസ് ഡീലും കൂടിയാണ്. 2 ഫാമിലി, 2 രീതികൾ, അതായത് അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് അവർ വേറൊരു ലെവലിലേക്ക് വളരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ തട്ടിപ്പുകൾ കുറേ ഇറങ്ങുന്നുണ്ട്.
ഈ ഒരു കാലഘട്ടത്തിൽ മാട്രിമോണിയലിൻ്റെ തട്ടിപ്പുകളുടെ അളവ് ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ തവണ ഒരു കൗൺസിലിങ്ങിനകത്ത് മനസ്സിലായ ഒരു കാര്യം, ഒരു ചെറുപ്പക്കാരന് അവന് കല്യാണം കഴിക്കണമെന്നേ ഇല്ല, അവൻ നിർത്തി, ഇനിയിപ്പോൾ കല്യാണ ആലോചനയില്ല, പെണ്ണ് കാണലും ഇല്ല, അങ്ങനത്തെ പരിപാടിക്ക് ഞാനിനി പോകത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത്, അതായത് കല്യാണ തട്ടിപ്പുകളുടെ ഒരു നിര തന്നെയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലെ മാട്രിമോണിയൽ തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ. കാരണം പുരുഷന്മാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെയും അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രോക്കർമാരും മാട്രിമോണിയൽ സൈറ്റുകളുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൗൺസിലിങ്ങിൽ ഒരു ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഒരു യുവാവ് 10-30 വയസ്സുള്ള ആളാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് കല്യാണം കഴിക്കണമെന്നേ നിർബന്ധമില്ല, പെണ്ണ് കാണണമെന്ന് നിർബന്ധമില്ല, ഒരു രീതിയിലുള്ള താല്പര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ, അതിന് ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാട്രിമോണിയൽ സൈറ്റുകളുടെ തട്ടിപ്പുകളുടെ ഭാഗമായിട്ടാണ്. അതായത് അവർക്ക് ഒരു നമ്പർ നമുക്ക് തരണം, ഒരു പെൺകുട്ടിയുടെ നമ്പർ നമ്മൾക്ക് തരണം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ നമ്പർ തരണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ നമ്മൾ അടയ്ക്കണം. അപ്പോൾ 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ അടയ്ക്കണം. ഓരോ പ്രാവശ്യത്തേക്ക് നമ്മൾ ഓരോ ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു രീതിയിലുള്ള പേയ്മെൻറ്റ്, അതിന് ഇപ്പോൾ ഏതെങ്കിലും അവിടുന്ന് നമ്പർ എടുത്തുവെച്ച് ബ്രോക്കർമാർ വരും. ബ്രോക്കർമാർ അത് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണം നടക്കണോ നടക്കണ്ടായോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഓരോ വീടുകളിലും ആ വീട്ടിലുള്ള ആളുകൾക്ക് മാനസിക പ്രശ്നമുണ്ടോ, കാലിന് നീളമുണ്ടോ, കാലിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും ആദ്യം ഒന്നും റിവീൽ ചെയ്യാതെ ഇവരെ എല്ലാ വീടുകളിലും വിളിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് അവരോട് താല്പര്യം കാണത്തില്ല. പക്ഷേ ഉള്ള ലഡുവും ജിലേബിയും കഴിഞ്ഞ് ഷുഗർ വരുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഉപയോഗം ഇവർക്കും കിട്ടത്തില്ല. പക്ഷേ ഓരോ പ്രാവശ്യവും 500-1000 രൂപ ബ്രോക്കർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ദൂരെ ആയിരിക്കും ചിലപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നത്. ഇവിടുന്ന് അവിടം വരെയുള്ള എല്ലാ ചിലവുകളും, ഭക്ഷണത്തിൻ്റെ ചിലവുകളും വണ്ടിയുടെ ചിലവും എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പെണ്ണിനെ ഒന്ന് കാണിക്കാൻ പോലും താല്പര്യം കാണത്തില്ല. അവിടെ നിന്നാണ് നേരെ തിരിച്ചിങ്ങോട്ട് വരും. പക്ഷേ ബ്രോക്കർമാർക്ക് നഷ്ടമില്ല, മാട്രിമോണിയൽ സൈറ്റുകാർക്ക് നഷ്ടമില്ല. പക്ഷേ ഇത് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന യുവാക്കളുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ ഇനി കല്യാണമേ കഴിക്കേണ്ടെന്നുള്ളതാണ്. കാരണം ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ സൈറ്റുകളിൽ ഓരോ റിക്വസ്റ്റ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം റിജക്റ്റാണ് വരുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് സ്വയം തോന്നി, ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ, അല്ലെ എന്നെ ഇനി കാണാൻ കൊള്ളാത്തതാണോ, അല്ലെ എനിക്ക് കഴിവില്ലാത്തതാണോ, എനിക്ക് ഈ ജോലിയൊന്ന് പോരെ എന്നുള്ള രീതിയിലേക്ക് വന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുകളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ തട്ടിപ്പുകൾ നല്ല രസമാണ്. അതായത് ചിലപ്പോൾ ഒക്കെ ഇതിലിടും, ഏതാണ് നമ്മുടെ പേപ്പറിലിടുന്നത് എങ്ങനെയാണ്, അതായത് പയ്യനെ ആവശ്യമുണ്ട്, അതായത് ഇന്ന ജോലി, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പൊക്കം, അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്വന്തമായിട്ട് വണ്ടി, ഒറ്റ മോന് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇടും. ഇതെല്ലാം കിട്ടി കഴിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ട് അതിൽ ആ ഒരു ഫോൺ നമ്പറിൽ, അതായത് യങ്സ്റ്റേഴ്സ് വിളിക്കത്തില്ല, ചിലപ്പോൾ പ്രായമുള്ളവർ, അവരുടെ അപ്പനും അമ്മയും, അവർക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, കൊച്ചുമക്കളോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ, അവർ വിളിച്ചേച്ച് ഇവരോട് ചോദിക്കുമ്പോൾ എന്നാ ഇത് നേരെ പോകുന്നത് ബ്രോക്കർമാരുടെ അടുത്തും മാട്രിമോണിയൽ സൈറ്റിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അവരത് പറയും, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ 5 പേരുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പം ഓക്കെ, ഞങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള പെൺകുട്ടി ആവശ്യമുണ്ട്, അപ്പം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഞങ്ങൾ റെഡിയാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അപ്പം ഇത്ര രൂപ അടയ്ക്കണം, കാര്യങ്ങളൊക്കെ വരും. വീണ്ടും ഈ പൈസ അടയ്ക്കുന്നതും കാണുന്നതും റിജക്ഷൻ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതിൽ എത്രത്തോളം ഒരു ഇത് വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ കുറച്ച് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള 50-60 വയസ്സുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ഒരു ഐഡിയ കാണത്തില്ല. പിന്നെ ഒരു ഓപ്പൺ ഇൻലാൻഡ് ടൈപ്പിൻ്റെതുണ്ട്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ലെറ്ററുകളിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കും, ഓക്കെ ചെറുക്കനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതികളൊക്കെ എഴുതി വെച്ചേക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ അഡ്രസ്സിലേക്ക് വരികയും ആ അഡ്രസ്സ് നമ്മൾ കൈപ്പറ്റണം. അതായത് നിങ്ങൾക്ക് ഒരു ആലോചന റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരികയും അത് നമ്മൾ കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 500-1000 രൂപ പോസ്റ്റ്മാന് കൊടുക്കേണ്ടി വരും. കാരണം അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീസായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗം അവർക്ക് കിട്ടുന്നില്ല. ഇതേപോലെ ഓരോ വീടുകളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും എന്തോരം പൈസയാണ് ഈ മാട്രിമോണിയൽ സൈറ്റുകളും ഈ ബ്രോക്കർമാരും മാരേജ് ബ്യൂറോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ് നാളത്തേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി കുറേ യുവാക്കളുടെ ജീവിതം, അതായത് യുവതികളുടെ ജീവിതങ്ങൾ ആണ് ബുദ്ധിമുട്ടായി വന്നേക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, യുവാക്കളെക്കുറിച്ചാണ് ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഡിമാൻഡുകൾ, അവരുടെ കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവതികളുടെ കാര്യത്തിലാണ്. എല്ലാ ചിലവുകളും വഹിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ, അതായത് ഇവർ ഓൾറെഡി എല്ലാം റിസർച്ച് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് വിളിക്കുന്നത്. വന്നു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് കണ്ട ആൾ പോരാ
എന്നുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല. അന്നേരത്തേക്കും ഓക്കെ പറയാം എന്ന് പറഞ്ഞേച്ച് വിടുകയും വീട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു ഫോൺ കോളിൽ ഒതുക്കി തീർക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ ചില യുവതികൾക്കൊക്കെ ഭയങ്കര ലിസ്റ്റുകളാണ്. ഇവർ 10ാം ക്ലാസ് പഠിച്ചതോ അല്ലെങ്കിൽ +2 പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചതായിരിക്കും. പക്ഷേ ഇവർക്ക് ജോലി, ഭർത്താവിനെ വേണ്ടത് നല്ല ഉദ്യോഗം, ഗവൺമെൻറ് ഉദ്യോഗം, അതേപോലെ നല്ല പൊക്കം, വെളുത്ത നിറം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റുകൾ കാണും. അപ്പോൾ ഈ എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ? സ്ത്രീകൾക്ക് ആഗ്രഹമുള്ള പോലെ പുരുഷന്മാർക്ക് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇത് പറ്റുമോ? ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏജ് പൊക്കോണ്ടിരിക്കുന്നതനുസരിച്ച് ടെൻഷൻ കൂടുകയാണ്, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നടുവേദന ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് വേണം ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അല്ലാതെ ആ സമയത്തേക്ക് നമ്മളങ്ങ് മറച്ച് വെച്ച് ഇതാക്കി വെച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ത്രീധനം വാങ്ങിച്ചേച്ച് വീട് പണിയാനാണോ, അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിച്ച് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണോ? ഇതിനു വേണ്ടിയിട്ടാണോ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞ പ്രാവശ്യം പാമ്പിനെ കടിപ്പിച്ച് കൊല്ലേണ്ട ഗതികേടൊക്കെ ആയി. പൈസ എല്ലാം കിട്ടി കഴിയുമ്പോഴത്തേനും വേറെ നിവൃത്തിയില്ല. അപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കൊച്ചാന്ന് അറിഞ്ഞിട്ടും പൈസയുടെ പുറകെ പോയിട്ട് ഈ ഒരു രീതിയിലായിട്ട് ജീവിതം മൊത്തം മാറി മറിഞ്ഞു. ഇതേപോലെ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുട്ടത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എത്ര കുടുംബങ്ങളിൽ കല്യാണം കഴിച്ചതിന് ശേഷം ലൈംഗിക ബന്ധമില്ലാതെ 7-8 കൊല്ലമായിട്ട് ജീവിക്കുന്ന ദമ്പതികൾ കൗൺസിലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അടിസ്ഥാനപരമായിട്ടുള്ള സെക്സ് പോലും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഒരാൾക്ക് മാത്രമല്ല, അതായത് ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുകയാണെങ്കിൽ കുഴപ്പങ്ങളില്ല. അതായത് കല്യാണം കഴിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുട്ടികൾ വേണ്ട, ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിതം നടക്കുന്നത്? ഇതൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തിങ്സ് ടു ബി ഫോക്കസ്ഡ് വെൻ യു ഗെറ്റ് മാരീഡ്, അതാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ചെയ്തിരിക്കണം, എന്തൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കണം, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. മദ്യപാനം, പുകവലി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കോംപ്ലിക്കേഷൻ, ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രം കിട്ടിയാൽ മതി. അല്ലാതെ അവർ അത് റിജക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ, അതായത് പുരുഷൻ്റെ രീതികളും സ്ത്രീയുടെ രീതിയിലും രണ്ടുപേരുടെ ജോലിയും രണ്ടുപേരുടെ കാഴ്ചപ്പാട് രണ്ടുപേരുടെ വിശ്വാസത്തിന് പരസ്പരം വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഒരുമിച്ച് ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരുമിച്ച് ജീവിപ്പിക്കാനായിട്ട് എല്ലാവരും കിടന്ന് ബുദ്ധിമുട്ടുന്നത്? എല്ലാവരും ആദ്യം വളരെ സാഹസം കാണിക്കും, ഒന്ന് കല്യാണം കഴിപ്പിക്കാനായിട്ട്. കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പ്രശ്നം തീർക്കലായിരിക്കും എല്ലാവരുടെയും പണി. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തന്നെയായിട്ടുള്ളൊരു വീഡിയോ ആണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു തട്ടിപ്പുമായിട്ടുള്ള സമൂഹത്തിൽ നമ്മൾ കുറച്ച് കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിരന്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് മിറർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങളെ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മതി. ബൈ.